ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഇന്ത്യ വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇംഗ്ലണ്ട് നാണം കെട്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സഞ്ജുവിന്റെ ഒരു വൺമാൻ ഷോ തന്നെയാണ് ഇന്നത്തെ മത്സരത്തിലും നമ്മൾ കണ്ടത്. സഞ്ജു രണ്ട് കളിയും മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. സഞ്ജു ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനോട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിന് ഇത് വേണമെങ്കിൽ സെഞ്ചുറി അടിക്കാമായിരുന്നു. എന്നാൽ ടീമിന് വേണ്ടി വേഗത്തിൽ അടിച്ചു കളിച്ച് സഞ്ജു ഔട്ടായി. സഞ്ജു ഇന്ന് 42 ബോളിൽ നിന്ന് 89 റൺസാണ് അടിച്ചു കൂട്ടിയത്. 8 4ഉം 7 6ഉം സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പറന്നു. സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് 211 ആയിരുന്നു. ഇതുപോലത്തെ ഒരു കളിക്കാരനെയാണ് ഇന്ത്യൻ ടീം ഇതുവരെ ഇറക്കാതിരുന്നത്. ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മ ഇന്നും ഫ്ലോപ്പായി. ഇഷാനും സഞ്ജുവുമാണ് ഇന്ത്യക്ക് മികച്ച ഒരു സ്റ്റാർട്ട് സമ്മാനിച്ചത്. അഭിഷേകിനെ ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചു. ശിവൻ ദുബെയും മികച്ച പ്രകടനമെന്ന് പുറത്തെടുത്തു. 43 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. പാണ്ഡ്യ താരത്തെ റണ്ണൌട്ട് ആക്കിയില്ലെങ്കിൽ ശിവൻ ദുബെ ഇനിയും കളിക്കുമായിരുന്നു. സൂര്യകുമാർ ഇന്നും ഫ്ലോപ്പായിരുന്നു. താരത്തിന് മികച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇതേസമയം തിലക് വർമ്മ മികച്ച ഫിനിഷിംഗ് ആണ് കാഴ്ചവെച്ചത്. 7 ബോളിൽ 21 റൺസ് തിലക് വർമ്മ അടിച്ചുകൂട്ടി. താരമാണ് ഇന്ത്യയുടെ അവസാനം റൺസ് കയറ്റിയത്. പിന്നീട് പാണ്ഡ്യയുടെ വെടിക്കെട്ടുമായപ്പോൾ ഇന്ത്യ മികച്ച സ്കോറാണെന്ന് നേടിയിട്ടുണ്ടായിരുന്നത്. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 253 റൺസാണ് ഇന്ത്യ ഇന്ന് നേടിയത്. ഏതൊരു ടീമും കൊതിക്കുന്ന റൺസാണ് ഇന്ത്യ നേടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് സെക്കൻഡ് ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് ഇറങ്ങി. ഇംഗ്ലണ്ടിനെ തുടക്കം തന്നെ വിക്കറ്റ് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യയുടെ ബോളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇംഗ്ലണ്ടിന് സാധിച്ചില്ല. പക്ഷേ ചില സമയത്ത് ഇംഗ്ലണ്ട് ഇന്ത്യൻ ടീമിനെ ഒന്ന് വിറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ യഥാക്രമം വിക്കറ്റുകൾ നേടുന്നുണ്ടായിരുന്നു. അത് ഇംഗ്ലണ്ടിനെ പണിയായിരിക്കുകയാണ്. അങ്ങനെ ഇംഗ്ലണ്ട് ടീമിനെ ഇന്ത്യ സെമിയിൽ തോൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ മികച്ച കളി തന്നെയാണെന്ന് കാഴ്ചവെച്ചത്. ഇന്നത്തെ മത്സരത്തിലും എടുത്തു പറയേണ്ടത് സഞ്ജുവിന്റെ ബാറ്റിംഗ് തന്നെയാണ്. സഞ്ജു ഉള്ളതുകൊണ്ട് ഇന്ത്യ കളി ജയിച്ചു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.